ഹലോ നമസ്കാരം. ഇതുണ്ടല്ലോ, ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ജമന്തിയുടെ തൈകളാണ്, നാടൻ ജമന്തിയുടെ തൈകളാണ്. അപ്പോൾ ഞാൻ പാക്കറ്റ് അഴിച്ചപ്പോൾ തന്നെ എനിക്ക് പിടികിട്ടിയിട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ജമന്തിയൊക്കെ ഓർഡർ ചെയ്താൽ എങ്ങനെ കിട്ടും എന്നുള്ളത്. ഞാനിത് പാക്കറ്റിൻ്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ അഴിച്ചപ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടോ, നല്ല ഹെൽത്തി ഇട്ടിരിക്കണു, നല്ല പാക്കിംഗ് ആണ്. ചെടിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് അഴിച്ച് നോക്കാട്ടോ. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് എമ്മീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ചാനലുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അവിടുന്ന് വേറെ 1-2 പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഹെൽത്തി ആയിട്ട് തന്നെ അത് പിടിച്ച് കിട്ടി. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജമന്തിയുടെ കാര്യത്തിൽ ഡൗട്ടായിരുന്നു, തണ്ടൊക്കെ ഒടിഞ്ഞു പോകുമോ, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇത് കണ്ടോ, നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചെടിക്ക് എന്താ പറയുക, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് എയറൊക്കെ കയറാൻ പാകത്തിന് സ്പേസൊക്കെ ഇട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് കണ്ടോ, എമ്മീസ് വേൾഡ്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഫ്രഷായിട്ട് കണ്ടപ്പോൾ വേഗം അങ്ങ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. കംപ്ലീറ്റ് അഴിച്ച് നോക്കാം കേട്ടോ. കണ്ടോ, ഞാനിത് അഴിച്ചപ്പം കണ്ടോ, ചില പാക്കിംഗ് ഒക്കെ നമ്മളുണ്ടല്ലോ ഓൺലൈൻ വാങ്ങുമ്പം ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. ചെടികളാകെ വിഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് തോന്നും. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചെടികൾക്കൊരു എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഫീല്. അപ്പോൾ ആർക്കായാലും ഇങ്ങനെ തിക്കി തിരക്കി ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല, അത് ചെടിയായാലും നമ്മൾ ജീവികളായാലും. ഇത് കണ്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി പാക്കിങ്. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഓൺലൈനിൽ നിന്നാണ് ചെടികളൊക്കെ വാങ്ങിയിരിക്കണേ. പക്ഷേ ഇത്രയും നല്ല, അതായത് ഈ തണ്ടിനൊക്കെ ഒരു ബലമില്ലാത്ത ചെടിയാണല്ലോ. ഇത് കണ്ടോ, ചെറിയ തൈകളാണ്. അപ്പോൾ ഇത്ര നല്ല ഇതായിട്ട് കിട്ടുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എനിക്ക് നട്ടുപിടിപ്പിച്ചെടുക്കണം. ഇത്ര ഹെൽത്തി ആയിട്ട് കിട്ടിയ പ്ലാന്റ് നമ്മൾ അതുപോലെ കെയർ ചെയ്ത് നട്ടുപിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഇനി നട്ടുപിടിപ്പിച്ച് പൂക്കളൊക്കെ വിടരുമ്പോൾ ഒരു വീഡിയോ ഇടാം കേട്ടോ.